मेरे परम पिता परमात्मा सदाशिव निराकार, ओ आनंद के सागर तेरी महिमा अपरंपार। मेरे परम पिता परमात्मा, मेरे परम पिता परमात्मा सदाशिव निराकार, परम पिता परमात्मा सदाशिव निराकार, ओ आनंद के सागर तेरी महिमा अपरंपार, महिमा अपरंपार, तेरी महिमा अपरंपार। महिमा अपरंपार, तेरी महिमा अपरंपार। मेरे परम पिता परमात्मा, तुम सृष्टि के ज्ञाता हो, वरदानों के दाता हो। तुम सृष्टि के ज्ञाता हो, वरदानों के दाता हो। हम तुमको पाकर पाए, हम तुमको पाकर पाए, गति सदगति उपहार, महिमा अपरंपार, तेरी महिमा अपरंपार। महिमा अपरंपार, तेरी महिमा अपरंपार। मेरे परम पिता परमात्मा, ओंकारेश्वर सर्वेश्वर, मुक्तिदाता मुक्तेश्वर। ओंकारेश्वर सर्वेश्वर, मुक्तिदाता मुक्तेश्वर। जीवन नैया सबकी करते, जीवन नैया सबकी करते, भवसागर के पार, महिमा अपरंपार, तेरी महिमा अपरंपार। महिमा अपरंपार, तेरी महिमा अपरंपार।
मेरे परम पिता परमात्मा। प्रेम ज्ञान हो, धर्म हो, रूप अनूप हो, परम हो। प्रेम ज्ञान हो, धर्म हो, रूप अनूप हो, परम हो। कल्प वृक्ष के बीज रूप तुम, कल्प वृक्ष के बीज रूप तुम, इस जगत के सार। महिमा अपरंपार तेरी, महिमा अपरंपार। महिमा परंपार, तेरी महिमा परंपार। मेरे परम पिता परमात्मा। महिमा परंपार, तेरी महिमा परंपार। महिमा परंपार, तेरी महिमा
सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा, सोए भाग्य जगाता है। सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। रोम रोम पुलकित हो उठता, पावन पावन यादों से। जीवन मधुर मधुर बन जाता, ज्ञान की मीठी भान से दूर गगन में दिल को उड़ा ले जाता है। देह भान से दूर गगन में दिल को उड़ा ले जाता है। प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा, सोए भाग्य जगाता है। सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। अनुपम परिचय अपना देकर, रूहों का कल्याण किया। योगी पावन जीवन का, नैनों से वरदान दिया। खुद को हम पर वारने वाले तुम पर
गीत खुशी के गाता है। पंख लगा के उमंगों के साथ अपने सब को लेकर खुले गगन में उड़ते हम तो बाहों में भर के अंबर। खुशियों का संसार मिला, किस्मत पे मन इतराता है। खुशियों का संसार मिला, किस्मत पे मन इतराता है। प्यारे बाबा प्यार तुम्हारा, प्यारे बाबा प्यार तुम्हारा, सोए भाग्य जगाता है। सिमर सिमर सुख पाता है, मन गीत खुशी के गाता है। प्यारे बाबा मेरे बाबा, प्यारे बाबा मेरे बाबा, प्यारे बाबा मेरे बाबा, ഓം ശാന്തി. ഞാൻ ഭൃഗുടിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മസ്തകമണി. ഈ ശരീരത്തെ നടത്തിക്കൊണ്ടുപോകുന്ന ഓരോ സങ്കല്പത്തെയും രചിക്കുന്ന, ഓരോ ഭാവനയെയും തിരിച്ചറിയുന്ന ഞാൻ ഒരു ചൈതന്യ ശക്തി. ഒരു എനർജിയാണ് ഞാൻ. ഞാൻ എൻ്റെ ഒറിജിനൽ രൂപത്തിൽ ശാന്ത സ്വരൂപമാണ്. ശാന്തിയാണ് എൻ്റെ ഒറിജിനൽ ധർമ്മം. ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ നിന്ന് 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ശാന്തിധാമമാണ് എൻ്റെ ഒറിജിനൽ വീട്. ആ ശാന്തിയുടെ ദേശമായ പരമധാമത്തിൽ ഞാൻ എത്ര സമയം ഗഹന ശാന്തിയിൽ വിശ്രമിച്ചു. യാതൊരു ശബ്ദവുമില്ല, സങ്കല്പവുമില്ല. അതാണ് നാം ആത്മാക്കളുടെ ദേശം. ആ ദേശത്ത് നിന്ന് ഞാൻ ആത്മാരൂപി നക്ഷത്രം ഈ ഭൂമിയിൽ അവതരിച്ചു.
എൻ്റെ പാർട്ട് അഭിനയിക്കാൻ. സാവധാനം ഞാൻ 84 ജന്മങ്ങളുടെ ചക്രം പൂർണ്ണമാക്കി. ഇപ്പോൾ ഈ സൃഷ്ടിയാകുന്ന ഘടികാരത്തിൻ്റെ സൂചി അന്തിമ സമയത്തെത്തിയിരിക്കുന്നു. എനിക്ക് തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം. സ്വയം പരമാത്മ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അവതരിച്ചിരിക്കുന്നു. ഞാൻ പോകാൻ തയ്യാറായിട്ടുണ്ടോ? സമ്പൂർണ്ണ പാവന ആത്മാക്കൾക്ക് മാത്രമേ ആ വീട്ടിലെത്താൻ കഴിയുകയുള്ളൂ. ഞാൻ ആത്മാ സമ്പൂർണ്ണ പാവനമായിട്ടുണ്ടോ? എൻ്റെ ഉള്ളിൽ എല്ലാ വികാരങ്ങളും സമാപ്തമായോ? എൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ വേറെ എവിടെയെങ്കിലും ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ആന്തരിക മോഹമുണ്ടോ? മുഴുവൻ വിഘ്നങ്ങളും വിനാശമായോ? ഇനിയും കുറച്ചു ബാക്കിയായിട്ടുണ്ടെങ്കിൽ വരൂ, രചയിതാവിൻ്റെ ഛത്രഛായയിലിരിക്കൂ. യോഗ അഗ്നി പ്രജ്വലമാക്കി അതിൽ അശുദ്ധതകളും വികർമ്മങ്ങളും ഭസ്മം ചെയ്യൂ. തൻ്റെ മനസ്സും ബുദ്ധിയും ശരീരവും ഏകാഗ്രമാക്കി സ്വയം ബാബയുടെ ഛത്രഛായയുടെ കീഴെ അനുഭവം ചെയ്യുക. പൂർണ്ണ ശ്രദ്ധ ജ്യോതിർബിന്ദുവായ ബാബയിൽ കേന്ദ്രീകരിക്കുക. ബാബയിൽ നിന്ന് ശാന്തിയുടെയും പവിത്രതയുടെയും കിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവം ചെയ്യുക. ശാന്തിയുടെ പ്രകാശം, പവിത്രതയുടെ പ്രകാശം സ്വയമിൽ സമാവേശമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സും എല്ലാ സങ്കല്പങ്ങളും ശാന്തമായിരിക്കും. എൻ്റെ എല്ലാ ദുർബലതകളും ബാബയുടെ കിരണങ്ങൾ കൊണ്ട് സമാപ്തമാകുന്നു. ആത്മാവിൻ്റെ ശുദ്ധീകരണമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലേക്കും ബാബയുടെ പ്രകാശം എത്തുകയാണ്.
എല്ലാ ഇന്ദ്രിയങ്ങളും ശാന്തവും പവിത്രവുമായി കൊണ്ടിരിക്കുന്നു. ഈ ജന്മത്തിൻ്റെയും പൂർവജന്മങ്ങളുടെയും എല്ലാ വികർമ്മങ്ങളും വിനാശമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ ഇപ്പോൾ സമ്പൂർണ്ണ പാവനമായി ഒരു വജ്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സമ്പൂർണ്ണ മൗനം, അവ്യക്ത വായുമണ്ഡലം, മനസ്സ് ഏകാഗ്രം, ബുദ്ധി സ്ഥിരതയിൽ, ശരീരത്തിലെ എല്ലാ കോലാഹലങ്ങളും സമാപ്തം. എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പരിപൂർണമായി ഭിന്നമായ അവസ്ഥ. വായുമണ്ഡലത്തിൽ അവ്യക്തതയുടെ പ്രവാഹം. ഈ ദേഹത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ ജ്യോതി, സമ്പൂർണ്ണ ആത്മ അഭിമാനി സ്ഥിതി. ഋഷികളിൽ രാജഋഷി, തപസ്സുകളിൽ മഹാതപസ്, യോഗികളിൽ മഹായോഗി. ഞാനിപ്പോൾ ഒരു തേജസ്വി ആത്മാവായി മാറിയിരിക്കുന്നു. സമ്പൂർണ്ണ ചേതന ഭൃകുടിയുടെ മധ്യത്തിൽ. മുഴുവൻ ശരീരത്തിലേക്ക് ഒരു ദിവ്യ പ്രകാശം വ്യാപിക്കുന്നു. ഞാൻ ശക്തിശാലി ആത്മാവായിരിക്കുന്നു. സാവധാനം ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ ആത്മാ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് ആകാശത്തിലേക്ക് പറക്കുകയാണ്. പൂർണ്ണമായും ലൈറ്റ് അവസ്ഥ, ഭാരമില്ലാതെ നിസ്സങ്കൽപ്പസ്ഥിതിയിൽ. സൂക്ഷ്മ ശരീരത്തിലൂടെ ഞാൻ ആത്മാ ആകാശത്തിൽ പറന്ന് ഉയരുകയാണ്. ഇപ്പോൾ അരാവലി പർവ്വതങ്ങൾക്കിടയിൽ ഞാൻ ഫരിസ്തയെ കാണുകയാണ്. മധുബന്റെ പാണ്ഡവഭൂമി
സായം സന്ധ്യാസമയം, സമ്പൂർണ്ണ സൈലൻസ്. തപസ്സുകളുടെ ഭൂമി. ബ്രഹ്മാവിൻ്റെ കർമാതീത ഭൂമി. പവിത്രതയുടെ സുഗന്ധം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫരിസ്ത ഇപ്പോൾ ശാന്തി സ്തംഭത്തിനു മുന്നിൽ നിൽക്കുന്നു. ബാപ്ദാദയുടെ അവ്യക്ത ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ശക്തിശാലി സ്ഥിതി അനുഭവിക്കണമെങ്കിൽ ശാന്തി സ്തംഭത്തിന് മുന്നിൽ വരൂ. ശാന്തി സ്തംഭത്തിൽ നിന്നും ശക്തിശാലി കിരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ ആ ശക്തിശാലി കിരണങ്ങൾ സമാവേശമാകുന്നു. വീണ്ടും ആ അവ്യക്ത ശബ്ദം ഞാൻ കേൾക്കുന്നു. കുട്ടി, ശാന്തിസ്തംഭത്തിന് ചുറ്റും വലയം വെക്കുമ്പോൾ സ്വയം ശാന്തിസ്തംഭമായി മാറും. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ശാന്തി സ്തംഭമായി മാറിയിരിക്കുന്നു. ഒരു അലൗകിക ശക്തിയുടെ അനുഭവം. ഇവിടെ നിന്ന് ഞാൻ ഫരിസ്ത പറന്ന് ഹിസ്റ്ററി ഹാളിലെത്തി. എല്ലാ പൂർവജ ആത്മാക്കളുടെ വരദാനീ ഹസ്തം എൻ്റെ തലക്കു മുകളിൽ ഞാൻ അനുഭവം ചെയ്യുന്നു. വീണ്ടും ബാപ്ദാദയുടെ മഹാവാക്യം ഞാൻ കേൾക്കുകയാണ്. കുട്ടി, കൂടുതൽ വ്യർത്ഥസങ്കല്പം വരികയാണെങ്കിൽ ഹിസ്റ്ററി ഹാളിലേക്ക് വരൂ. ഇവിടെ മനസ്സിൻ്റെ മുഴുവൻ വ്യർത്ഥതയും സമാപ്തമാകുന്നു. മനസ്സ് സമർത്ഥ സങ്കല്പങ്ങൾ കൊണ്ട് നിറയുന്നു. ഞാൻ ഫരിസ്ത ഇപ്പോൾ ബാബയുടെ മുറിയിലെത്തിയിരിക്കുന്നു. യജ്ഞത്തിൻ്റെ ആദിഭൂമി, മധുരമായ ഭൂമി, മനോരഞ്ജനയുടെ ഭൂമി, തപസ്യാഭൂമി. പരമാത്മാ തരംഗങ്ങൾ അനുഭൂതി ചെയ്യുന്നു. വീണ്ടും ബാബയുടെ മഹാവാക്യം കേൾക്കുന്നു. കുട്ടി, ബാബ സമാനമാകണമെങ്കിൽ ബാബയുടെ മുറിയിലേക്ക് വരൂ.
ഞാൻ ബാബയെ തന്നെ നോക്കുകയാണ്. ഏത് സങ്കല്പമാണോ ബാബയുടേത്, ഏത് വചനമാണോ ബാബയുടേത്, ഏത് സ്വഭാവ സംസ്കാരമാണോ ബാബയുടേത്, ഏത് സ്മൃതിയാണോ ബാബയുടേത്, ഏത് ദൃഷ്ടിയാണോ ബാബയുടേത്, ഇന്നു മുതൽ എൻ്റെയും ദൃഷ്ടിയും വൃത്തിയും കർമ്മവും സങ്കല്പവും എല്ലാം ബാബയുടേത് തന്നെയായിരിക്കും. ഞാനിപ്പോൾ ബാബ സമാനമായിരിക്കുന്നു. ഞാൻ ഫരിസ്ത ഇപ്പോൾ പറന്ന് ബാബയുടെ കുടിലിലെത്തിയിരിക്കുന്നു. സമ്പൂർണ്ണ സൈലൻസ്. ബാബയുടെ മഹാവാക്യം ഞാൻ കേൾക്കുകയാണ്. കുട്ടി, ഉദാസീനത വരികയാണെങ്കിൽ ബാബയുടെ കുടിലിൽ വരൂ. ബാബയോട് ആത്മീയമായി സംസാരിക്കാൻ ഞാൻ ബാബയുടെ മുന്നിലിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി ബാബയോട് സംസാരിക്കുകയാണ്. ഇന്ന് വരെ ആരോടും പറയാത്ത കാര്യങ്ങൾ സത്യമനസ്സിലൂടെ എല്ലാം ബാബയോട് തുറന്ന് കേൾപ്പിച്ചു. ബ്രാഹ്മണനായപ്പോൾ ഈ ജീവിതത്തിലെ എന്തെല്ലാം നടന്നു, വർത്തമാന സമയത്തെ പുരുഷാർത്ഥം, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എല്ലാം ബാബയോട് സംസാരിച്ചു. ഇപ്പോൾ ഞാൻ തികച്ചും ലൈറ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. ഭാരമില്ലാത്ത അവസ്ഥ. ഞാൻ ഫരിസ്ത തിരിച്ചു മധുബന്റെ ആംഗണത്തിലെത്തി. പവിത്രതയുടെ സുഗന്ധം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഞാൻ ആകാശത്തിൽ സൂക്ഷ്മവതനത്തിലേക്ക് പറന്നു. ഇവിടെ അവ്യക്ത പാപദാത എൻ്റെ മുന്നിൽ ഞാൻ കാണുകയാണ്. ബാബയുടെ ശക്തിശാലി ദൃഷ്ടി എന്നിൽ പതിയുന്നു. പവിത്രതയുടെ പ്രകാശം ഞാൻ ആത്മാവിൽ സമാവേശമാകുന്നു. ബാബയുടെ മസ്തകത്തിൽ നിന്ന് അനന്തമായ ശക്തികൾ ഞാൻ ആത്മാവിൽ നിറയുകയാണ്.
ബാബ തൻ്റെ വരദാനി ഹസ്തം എൻ്റെ തലയിൽ വെച്ചു. ഒരു സുരക്ഷാ കവചം സൃഷ്ടിച്ച പോലെ ഞാൻ അനുഭവം ചെയ്തു. പ്രഭുവിൻ്റെ ഛത്രഛായയുടെ കീഴെ ഞാൻ ആ വരദാനി ഹസ്തത്തിൽ നിന്നും വരദാനങ്ങൾ സ്വീകരിച്ചു. ബാബ 2 കൈകളും കൊണ്ട് എൻ്റെ കൈ പിടിച്ചു. ഒരു ശക്തിയുടെ പ്രവാഹം ഞാൻ അനുഭവം ചെയ്തു. ഭഗവാൻ എൻ്റെ കൈ തലോടുന്നു. ഞാൻ നിശ്ചിന്ത ആത്മാവായി മാറിയിരിക്കുന്നു. സമ്പൂർണ്ണ സൈലൻസ്. Mine और बाबा एक से सर्व संपन्न, एक बाप दूसरा न कोई, एक रस स्थिति. ज्ञानात्मा ആ ഒന്നിൽ തന്നെ സമാവേശമായി. ഇപ്പോൾ ഞാൻ ഫരിസ്ത സൂക്ഷ്മ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് പരമധാമത്തിലേക്ക് പറന്നു. നിശബ്ദമായ ലോകം, സമ്പൂർണ്ണ മുക്തിധാമം, നിരാകാരി ലോകം, ജ്യോതിർബിന്ദു ആത്മാക്കളുടെ ലോകം. ജ്ഞാനാത്മാ ആ നിരാകാരി വൃക്ഷത്തെ കാണുകയാണ്. ശിവബാബയുടെ ആദ്യത്തെ സ്വരൂപം ഞാൻ ദർശിക്കുന്നു. മഹാജ്യോതി. ജ്ഞാനാത്മാ ആ മഹാജ്യോതിയുടെ സമീപം ഇരിക്കുന്നു. മഹാജ്യോതിയിൽ നിന്നും ദിവ്യമായ പ്രകാശം എന്നിലേക്ക് പതിയുന്നു. വേറെയോ യാതൊരു സങ്കല്പവുമില്ല. മഹാജ്യോതിയും ഞാൻ ആത്മജ്യോതിയും. ബാബയുടെ രണ്ടാമത്തെ സ്വരൂപം ഞാൻ കാണുകയാണ്. ചൈതന്യ ബീജം. ജ്ഞാനാത്മാ ആ ചൈതന്യ ബീജവുമായി കമ്പൈൻഡ് സ്ഥിതിയിലിരിക്കുന്നു. ചൈതന്യ ബീജത്തിൽ നിന്ന് മുഴുവൻ ശക്തിയും എന്നിൽ സമാവേശമാക്കുന്നു. ബാബയുടെ മൂന്നാമത്തെ സ്വരൂപം
ബിന്ദി രൂപത്തെ ഞാൻ കാണുന്നു. ആ ബിന്ദിയിൽ നിന്നും സമ്പൂർണ്ണ തിളക്കം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബാബയുടെ നാലാമത്തെ സ്വരൂപം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രം. A shining star. ഞാനും ഒരു നക്ഷത്രം, ബാബയും ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ നിന്നും മുഴുവൻ തിളക്കവും എന്നിലേക്ക് സമാവേശമാകും. ബാബയുടെ അഞ്ചാമത്തെ സ്വരൂപം സൂര്യൻ. ജ്ഞാനസൂര്യനായ ബാബയിൽ നിന്നും മുഴുവൻ കിരണങ്ങളും എന്നിലേക്ക് സമാവേശമാകുന്നു. പവിത്രതയുടെ സൂര്യൻ തൻ്റെ മുഴുവൻ ശക്തിയും ഞാൻ ആത്മാവിലേക്ക് പ്രദാനം ചെയ്യുകയാണ്. ശിവബാബയുടെ ആറാമത്തെ സ്വരൂപം സാഗരം. പ്രേമത്തിൻ്റെ സാഗരനായ ബാബയിൽ ഞാൻ ആത്മസമാവേശമാകുന്നു. ഞാൻ ആ സാഗരത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുകയാണ്. ആ സാഗരത്തിൻ്റെ അഗാധതയിൽ ഞാൻ ആനന്ദം അനുഭവിക്കും. ഓരോരോ ശക്തിയും ഞാൻ ആത്മാവിൽ സമാവേശമായിക്കൊണ്ടിരിക്കുന്നു. ശിവബാബയുടെ ഏഴാമത്തെ സ്വരൂപം സ്വീറ്റ്നെസ്, മധുരത. ബാബ മധുരതയുടെ പർവ്വതമാണ്. ബാബയിൽ നിന്നും മുഴുവൻ മധുരതയും എന്നിലേക്ക് ഞാൻ ആവാഹിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവായ പരമപിത പരമാത്മാവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് സൈലൻസ്. ഞാൻ മുഴുവൻ ശക്തികളും ശേഖരിച്ച് എൻ്റെ പ്രിയ ബാബയോട് നന്ദി പറഞ്ഞ് സാവധാനം താഴേക്ക് സൂക്ഷ്മവദനത്തിലേക്ക് പ്രവേശിച്ചു. സൂക്ഷ്മവസ്ത്രം ധരിച്ച് ഞാൻ കൂടുതൽ താഴേക്ക് ഇറങ്ങി ഗ്ലോബിന് മുകളിലെത്തി. ഞാൻ ഫരിസ്തയിൽ നിന്നും എൻ്റെ കാലുകളിൽ നിന്നും പവിത്രതയുടെ സമ്പൂർണ്ണ പ്രകാശം മുഴുവൻ ഗ്ലോബിലേക്കും വ്യാപിക്കുകയാണ്.
സമ്പൂർണ്ണ വിശ്വം, വിശ്വത്തിലെ എല്ലാ ആത്മാക്കളും പാവനമാകട്ടെ, ശക്തിശാലിയാകട്ടെ. സമ്പൂർണ്ണ വായുമണ്ഡലം ശുദ്ധമാകട്ടെ. അഞ്ചു തത്വങ്ങളും എൻ്റെ പവിത്രതയിൽ പ്രഭാവിതമാകുന്നു. ഞാൻ പവിത്രതയുടെ ഫരിസ്ത. വിശ്വത്തിലെ ഓരോ ആത്മാവിനും ദിവ്യമായ പവിത്രതയുടെ കിരണങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. സാവധാനം ഞാൻ ശക്തിശാലിയാത്മാ, സമ്പൂർണ്ണ പവിത്ര ആത്മാ ഈ സാകാരി ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ എൻ്റെ മുന്നിൽ എൻ്റെ പ്രിയ ബാബയെ മാത്രം കാണുകയാണ്. ബാബയിൽ നിന്നും നേടിയെടുത്ത എല്ലാ ശക്തികളും ഗുണങ്ങളും വിശ്വത്തിലെ ഓരോ ആത്മാക്കൾക്കും ഞാൻ എൻ്റെ ശുഭഭാവനയിൽ കൂടി പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ എല്ലാ സഹോദര ആത്മാക്കൾക്കും ശാന്തിയും സ്നേഹവും സുഖവും ലഭിക്കട്ടെ. എല്ലാവരും രോഗമുക്തരാകട്ടെ. ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തരാകട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. प्रभु मिलन का संगम युग है आया, ओ प्रभु मिलन का संगम युग है आया। अतीन्द्रिया सुख लुटाएगा, अतीन्द्रिया सुख लुटाएगा, सुख का हम तो लूटेंगे खजाना। बीते ना प्रभु मिलन का संगम युग है सुहाना।
तन में शिव बाबा आए। संगम युग भी कब से कहलाए। ब्रह्मा तन में शिव बाबा आए। संगम युग भी कब से कहलाए। हम है आत्मा न्यारी इस कन से, विदेही बनते ये ज्ञान से। बाबा की याद तभी आएगी, बाबा की याद तभी आएगी, यादों से मिलते हैं सब खजाना। बीते ना प्रभु मिलन का संगम युग है सुहाना। तुझे मैंने जाना है जब से, संबंध सब जोड़े हैं एक तुझसे। तुझे मैंने जाना है जब से, संबंध सब जोड़े हैं एक तुझसे। बाबा जग में नहीं तुझसा और, जुड़ गई मेरी मन की तुझसे डोर। सुख शांति का है सागर तू, सुख शांति का है सागर तू। सुख का हम तो लूटेंगे खजाना। बीते ना प्रभु मिलन का संगम युग है सुहाना।
फरिश्ता रूप रच कर देह का भान तज कर चले हैं पार गगन निराले अपने वतन निराले अपने वतन फरिश्ता रूप रच कर चांदनी बिखरी है मगर कोई चांद नहीं मामा से बात होती है मगर कोई नाद नहीं चांदनी बिखरी है मगर कोई चांद नहीं मामा से बात होती है मगर कोई नाद नहीं प्रभा मंडल में है बैठा फरिश्ता वो मुस्कुराता मनाता मधुर मिलन निराले अपने वतन फरिश्ता रूप रच कर देह का भान तज कर चले हैं पार गगन निराले अपने वतन निराले अपने वतन फरिश्ता रूप रच कर ओ बाबा प्राण प्यारे हमारा दिल ये गाए ओ बाबा प्राण प्यारे हमारा दिल ये गाए बनके अव्यक्त हम भी अभी आए कि आए लगन में मगन हम कहते प्रेम के पुष्प है झरते विहसते मन मधुबन निराले अपने वतन फरिश्ता रूप रच कर देह का भान तज कर चले हैं पार गगन निराले अपने वतन निराले अपने वतन फरिश्ता